ഹേ ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മളിപ്പോൾ ബാലിയിലാണ്. ആൻഡ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഐഫോൺ 17 ഐഫോൺ 17 ക്യാമറാസ് എങ്ങനെയുണ്ട് എന്ന് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഗൂഗിൾ പിക്സൽ 10 Pro ആണ്. ഇപ്പോൾ കറൻ്റ്ലി ബാറ്ററി 96% ആണ് ബാറ്ററി ഉള്ളത്. രാവിലെ സമയം 11 മണിയായിട്ടുണ്ട്. ഇന്ന് ഫുൾ ഡേ നമ്മൾ ഈ ഫോൺ ഉപയോഗിച്ചിട്ടാണ് നാവിഗേഷൻ എല്ലാം ചെയ്യാൻ പോകുന്നത്. അറ്റ് ദ എൻഡ് എത്ര ബാറ്ററി നിൽക്കുന്നുണ്ട് പിക്സൽ 10 Proൻ്റെ അതും കൂടിയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. എന്തൊരു വെയില, 30 ഡിഗ്രി അല്ല, 32 ഡിഗ്രിയോ 32 ഡിഗ്രി ചൂടാണ് ഇവിടെ. അത്യാവശ്യം ഹ്യൂമിഡിറ്റി ഉണ്ട്. നമ്മുടെ ഏകദേശം കേരളത്തിലെ പോലെയൊക്കെ തന്നെയാണ് ഉള്ളത്. ഫൈൻ. സോ ഇന്ന് നമ്മൾ കുറച്ചധികം ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ആദ്യം സ്കൂട്ടർ റെൻ്റൽ എടുക്കണം. സ്കൂട്ടറിലായിരിക്കും നമ്മൾ ട്രാവൽ ചെയ്യാനായിട്ട് പോകുന്നത്. ഇതാണ് നമ്മുടെ സ്കൂട്ടർ റെൻ്റ് ചെയ്തേക്കണം. ഇത് യമഹയുടെ യമയല്ല, ഹോണ്ടയുടെ DV160 എന്ന് പറഞ്ഞ സ്കൂട്ടറാണ്. സോ ഇതൊന്നും നമ്മുടെ നാട്ടിലില്ല എന്ന് തോന്നുന്നു അല്ലേ. സ്മാർട്ട് കീയൊക്കെ ഉള്ള ഒരു സ്കൂട്ടറാണ്. ഇവിടെ ഫോൺ ഹോൾഡറൊക്കെ ഉണ്ട്. അതിനൊപ്പം 2 ഹെൽമെറ്റും കൂടെ തന്നിട്ടുണ്ട്. ഇത് ഫസിയോ എന്ന് പറഞ്ഞൊരു വണ്ടിയുടെ ഹെൽമെറ്റ്. ഇതാണ് ശരിക്കും ഫസിയോ കണ്ടില്ല. ഇത് ഇന്നലെ ഞങ്ങൾ ഹയർ ചെയ്തായിരുന്നു. ബട്ട് ഇത് ഭയങ്കര ചെറിയ വണ്ടിയാണ്. നമ്മളിന്ന് ഏകദേശം ഒരു 70 കിലോമീറ്റർ പോകാനുണ്ട്. അതുകൊണ്ട് ആ വണ്ടി പറ്റില്ല എന്നുള്ളതുകൊണ്ട് നമ്മൾ വണ്ടി മാറ്റിയത്. 2 ഹെൽമെറ്റ് ഉണ്ട്. ഇവിടെ 2 ഹെൽമെറ്റ് വെക്കണം. 2 ഹെൽമെറ്റ് വെച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ പോലീസ് പിടിച്ചാൽ പ്രശ്നമാണ്. സോ ഇറ്റ്സ് ബെറ്റർ ടു ബി സേഫ് ദെൻ സോറി. ഇവിടുത്തെ സ്കൈ ഒരു രക്ഷയില്ല കേട്ടോ. ബാക്കിൽ കണ്ടോ ഒരു ടെമ്പിൾ സെറ്റപ്പ്. ഇവിടെ എല്ലാ വീടുകളും ഇങ്ങനെ ഏകദേശം ഒരു പഴയ ഒരു ഫീല്. സോ 0 kilometers. Let's start. നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പിൽ നമ്മൾ വന്നിരിക്കുകയാണ്. ലേക്കെ ബാലി. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ലേക്കെ എന്ന് പറഞ്ഞ വാട്ടർഫോൾ ആണ്. ഏകദേശം ഒരു 15 മിനിറ്റ് താഴേക്ക് നടക്കാനുണ്ട്. 400 സ്റ്റെപ്പ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പം നമുക്കിനി എന്താണ്, എങ്ങനെയുണ്ട് വാട്ടർഫാൾ എന്ന് നോക്കാം. ഗൈസ്, ലേക്കെ വാട്ടർഫോൾ. തിരിച്ച് 400 സ്റ്റെപ്പ്. ഹായ്. നമ്മളിപ്പോൾ 400 സ്റ്റെപ്പ് ഇറങ്ങി പോവേ. ഇറങ്ങാം, പക്ഷെ കേറാനാണ് കുറച്ച്. കേറാൻ തന്നെ കയറിക്കൊള്ളാം. അത് മറ്റേ സാധനം വെക്കണം അല്ലേ, ഇവിടെ നിന്ന് താഴേക്ക് റോപ്പ്. അത് അടിപൊളിയാവും. നമുക്ക് ഡ്യുവൽ വീഡിയോ സെറ്റപ്പ് ട്രൈ ചെയ്ത് നോക്കാം. ഇത് കൊള്ളാം. ഡ്യുവൽ വീഡിയോയിൽ എൻ്റെ സെൽഫി വീഡിയോൻ്റെ ചുറ്റും ഒരു റൗണ്ടഡ് റെക്റ്റാങ്കിൾ വരുന്നുണ്ട്. പക്ഷെ തിരിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സെൽഫി വലുതും ബാക്കിൽ കാണുന്ന ചെറുതാക്കാൻ പറ്റില്ല. ഇതാണ് ഡ്യുവൽ വീഡിയോ. ഇപ്പോൾ ഞാൻ അൾട്രാ വൈഡ്, ഇത് മെയിൻ ക്യാമറ 2x ഒക്കെ ആക്കാൻ പറ്റും. പക്ഷേ 4K 30 1080p 30 പറ്റുള്ളൂ. 60 FPS ഇല്ല. അതെ, മൗണ്ട് ബട്ടൂർ. ഇത് താഴേക്ക് ഇറങ്ങുന്നത് എനിക്ക് വലിയ സീനില്ലാന്ന് തോന്നുന്നു. പക്ഷേ മുകളിലേക്ക് തിരിച്ച് കയറി വരണത് വെറുതെ അല്ല. മുകളിൽ റെസ്റ്റോറൻറ്റ് വെച്ചേക്കുന്നത്. വാട്ടർഫോൾ എസ്തെറ്റിക്. ഹായ്. ഡീ കണ്ട, അവര് തിരിച്ചേർന്ന കണ്ടിട്ട് എനിക്ക് മോളിൽ കയറി പോണോന്നാ ഡൗട്ട്. ഇപ്പോ മാതിരി കയറ്റ. അയ്യോ, ഹായ്. എടി, ഇനി നമുക്ക് അങ്ങോട്ട് പോണം. ഇനിയുണ്ട് സ്റ്റെപ്പ്. ചാടിപ്പോ. ഫോട്ടോ എടുക്കാൻ വേണ്ടി പാവാടി ഇട്ടുകൊണ്ട് വന്നിട്ട് കഷ്ടപ്പെടാൻ നോക്കി. ഗൈസ്, ലേക്കെ വാട്ടർഫോൾ ഇതാണ്.
നമ്മുടെ ഈ കല്ലുമേല നിൽക്കുന്ന ലേക്കയിൽ വരുവാണെങ്കിൽ നേരത്തെ എത്തണം. ഇപ്പോൾ സമയം 1:24 കണ്ടില്ലേ, ഓൾറെഡി നല്ല തിരക്കായി. നമ്മൾ വന്ന സമയത്ത് തിരക്കേ ഉണ്ടായില്ല. എനിക്ക് തോന്നുന്നു ഒരു 11:30 ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ വന്നത്. പിക്സലിൻ്റെ ബാറ്ററി, സോ ഗൈസ് പിക്സലിലെ ഇപ്പോഴത്തെ ബാറ്ററി 83% ആണ്. സമയം 1:24. യെസ്, റെഡി, ലെറ്റ്സ് ഗോ. എന്താ അയ്യേ, ഇനി 400 സ്റ്റെപ്പ് മുകളിലേക്ക് കയറി. ഗൈസ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ബാഗാണ്. എല്ലാ സാധനങ്ങളും കയറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ നടന്നു പോവാം. ഇവിടെ ഇട്ടേക്കാം, വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. Coconut fresher from Leki waterfall. It's sweet. It's sweet. Guys, ഇതാണ് ബാലിയിലെ കരിക്ക്. നമ്മുടെ നാട്ടിലെ കരിക്ക് വെച്ച് നോക്കുമ്പോൾ സൈസ് ഭയങ്കര കൂടുതലാണ്, വെള്ളം ഭയങ്കര കൂടുതലാണ്. 2 ആൾ കുടിക്കാനുണ്ട്, പക്ഷെ ഞാൻ ആൾക്ക് കൊടുക്കണ്ട, ഞാൻ മാത്രം കുടിക്കാനുണ്ട്. അടുത്ത് നമ്മൾ പോകുന്നത് ജാതി ലൂയി റൈസ് ടെറസിലാണ്. നമ്മൾ ടിക്കറ്റ് എടുക്കണം, 153 കൊടുക്കണം. അങ്ങനെ നമ്മൾ സെക്കൻഡ് സ്പോട്ടിലേക്ക് വന്നേക്കുവാണ്. ഇത് ജാതി ലൂയി റൈസ് ടെറസ് എന്നാണ് പറയുന്നത്. യുനെസ്കോ ഹെറിറ്റേജ് എന്താ പറയുക, ലോകത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു വ്യൂ പോയിന്റ് ഒക്കെ ആയിട്ട് ഇതിനെ ഡിക്ലെയർ ചെയ്തേക്കുന്ന സ്ഥലമാണ്. സോ ഇതിൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഇതാണ് ജാതി ലൂയി റൈസ് ടെറസ്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് ജോഗ്രഫിയിലല്ലേ ഇത് ടെറസ് ഫാമിംഗ് പഠിച്ചിട്ടുള്ളത്. അതാണ് ഈ കാണുന്ന സാധനം. ഇവിടുത്തെ ഓട പോലും സീവേജാണ്. ഇതുപോലെ എത്ര ക്ലീനാന്ന് നോക്കിയേ. ഓക്കെ, ഇതാ റെസ്റ്റോറൻറ്റ്, ജാതി ലൂവി റെസ്റ്റോറൻറ്റ്. ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു ജാതി ലൂവി റൈസ് ടെറസിൻ്റെ വ്യൂ കിട്ടും. ഇവിടെ കണ്ടില്ലേ പ്രസാദം കൊടുക്കണ സിഗരറ്റൊക്കെ പ്രസാദം. അങ്ങനെ സീറ്റ് കിട്ടി. കണ്ടോ ഗായ്സ്, ദ വ്യൂ, ജാതി ലൂവി. ഐ ലവ് ജാതി ലൂവി എന്ന് ചെയ്യും. ഇവിടുത്തെ കറൻസിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ എല്ലാം ലക്ഷക്കണക്കിനാണ് ഇവർ സംസാരിക്കുന്നത്. എല്ലാത്തിനും കൂടെ 3 പൂജ്യം ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടുത്തെ മെനു കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടോ, ഇതിൻ്റെ മെനുവിൽ നോക്കിക്കഴിഞ്ഞാൽ എമൗണ്ടിൻ്റെ സൈഡിൽ തന്നെ 50K, 60K എല്ലാം കെയിലാണ്. ഇപ്പോൾ നമ്മൾ പൈസയൊക്കെ എടുക്കുന്ന സമയത്ത് കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങളായിരിക്കും നമ്മൾ എടുത്തുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഒരു കോഫി ലാറ്റ് 40K ആണ് ഇട്ടേക്കുന്നത്. അതായത് 40,000 ഇന്തോനേഷ്യൻ റുപ്പയാണ്. 40,000 എന്ന് പറയുമ്പോൾ ഇപ്പോൾ 100K, അതായത് 1,00,000 ഇന്തോനേഷ്യൻ റുപ്പ എന്ന് പറയുന്നത് നമ്മുടെ അവിടുത്തെ എത്രയാണെന്ന് അറിയാം, നമ്മുടെ അവിടുത്തെ ഒരു 500 രൂപയാണ് വരുന്നത്. അപ്പോൾ 40K എന്ന് പറയുമ്പോൾ ഏകദേശം 250 താഴെ 200 രൂപ അടുത്താണ് ഒരു കപ്പ് കോഫിക്ക് വരുന്നത്. അതേപോലെയാണ് ഇതിനകത്ത് റേറ്റ്. സോ ഇതല്ലേ, ഇത് ബനാന ജ്യൂസ്, ഇത് ബനാന മിൽക്ക് ഷേക്ക്. നോക്കാം, ഇങ്ങനെയല്ല താഴേക്ക് ഇറങ്ങാം. നമ്പർ പ്ലേറ്റ് പോലും ഇല്ല വണ്ടിയൊക്കെ. പിരികൊക്കെ വരച്ചെടുത്തേക്കണൊക്കെ. ഗൈസ്, അങ്ങനെ നമ്മൾ ജാതി ലൂവി റൈസ് ടെറസ് കണ്ടു കഴിഞ്ഞ് തിരിച്ച് പോകാൻ പോവുകയാണ്. ഇപ്പം ടൈം ഏകദേശം 4:57, വൈകിട്ട് 4:57 ആയിട്ടുണ്ട്. 60% ബാറ്ററി ഉണ്ട്. ഇനി നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് മാപ്പ് ഇട്ടിട്ടുണ്ട്. മോസ്റ്റ്ലി നമ്മളവിടെ എത്തുമ്പോൾ ക്ലോസ് ആവാൻ സാധ്യതയുണ്ട്. ബട്ട് ലെറ്റ്സ് സീ, ക്ലോസ് ആയില്ലെങ്കിൽ അവിടെ കയറാം, ഇല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടാക്കാം. ഏകദേശം ഒരു മണിക്കൂറത്തെ യാത്രയുണ്ട്. സോ ലെറ്റ്സ് സീ ഹൗ മച്ച് ബാറ്ററി
ഈസ് ലെഫ്റ്റ്. എന്തായാലും കുറച്ചുകൂടി ഇരുട്ടായി. ഇപ്പോൾ രാത്രിയുള്ള ഫ്രണ്ട് ബാക്ക് ക്യാമറയുടെ കപ്പാസിറ്റി ക്വാളിറ്റിയും കൂടി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ എത്തി ഗൈസ്. ഇത് തമൻ ആയുൺ എന്ന് പറയുന്ന ടെമ്പിളാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതൊക്കെ കെട്ടണം. അവിടെ എന്തോ പരിപാടി നടക്കുന്നത്. അവിടെയാണ് ടെമ്പിൾ. ഇതാണ് ഇവിടുത്തെ ടെമ്പിൾ. ഇതൊക്കെയാണുണ്ട് വിഗ്രഹങ്ങൾ. ഹിസ്റ്ററി, ഫൈൻ ആർട്ട്. നൈറ്റിൽ വീഡിയോ എടുക്കുന്ന സമയത്ത് ചെറിയ ഗ്രീൻ വരുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ഗ്രീൻ ഉണ്ട്. പ്രൈമറി ക്യാമറയിലാണ്. അൾട്രാ വൈഡിൽ അത്യാവശ്യം നല്ല ഗ്രീൻ ഉണ്ട്. ഒരു ചാട്ടം HD 60 ഫുൾ HD, എന്നാലും ഒരു ചാട്ടം കാണുന്നുണ്ട്. നീയോ ഗൈസ്? ഇത് ആക്ച്വലി ഒരു അമ്പലമാണ്. ഇത് അമ്പലത്തിലുള്ളൊരു കടയാണ്. കടയുടെ ഫ്രിഡ്ജിനകത്ത് ഇതായിരിക്കുന്നു നോക്കി. അത് ഇവിടുത്തെ ഒരു പോപ്പുലർ ബിയറാണ്. വന്നപ്പോൾ നല്ല വെളിച്ചമായിരുന്നു. ഇപ്പോൾ ഇരുട്ടായി. ഇപ്പോൾ സമയം എന്തേ 6:31. നമുക്ക് മിസ്സാവുമെന്നാണ് വിചാരിച്ചത്, ബട്ട് മിസ്സായില്ല. ഇവിടെ ഒരു ഫൗണ്ടൻ ഉണ്ട്. അവിടെ പരിപാടി കിടക്കുന്നുണ്ട്, കാണിച്ചു തരാം. കൈസോ ഇതൊരു ഫൗണ്ടനാണ്. ആൻഡ് ബാക്കിൽ ഇതാ അവിടെയാണ് നമ്മൾ ആദ്യം സ്റ്റേജ് ഇങ്ങനെ പണിയുന്നത് കണ്ടില്ലേ? അവിടെ എന്തോ പരിപാടി കിടക്കുന്നുണ്ട്. ഈ നൈറ്റ് വീഡിയോയിലും ആ ഒരു ലൈറ്റിൻ്റെ ആ ഗ്ലെയർ ഇങ്ങനെ വരുന്ന ഒരു പ്രശ്നം കേട്ടോ. അതിപ്പോഴും മാറ്റിയിട്ടില്ല. കൊള്ളാം. രാത്രിയാ കാണാൻ രസം. നമ്മളകത്ത് കണ്ട ആ പുള്ളി ഉണ്ടായിക്കൊണ്ടിരുന്ന ഈ സാധനമായിരിക്കും അല്ലേ? ഈ ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടാ. Selamat malam dan selamat datang. Kami ucapkan di Madya Mandala Pura Taman Ayun, Mengui, Badung, Bali, yang mana merupakan warisan budaya dunia yang telah diakui oleh UNESCO. Peserta lomba mengkendang tunggal pada malam hari ini. Baik, peserta dengan nomor 9 mendapatkan kendang A, dipersilakan untuk siap-siap സമയം ഇപ്പോൾ ഏകദേശം 7:45, 8 മണിയായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ കയറിയേക്കുവാണ്. ഈ സൂപ്പർ മാർക്കറ്റുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ സൂപ്പർ മാർക്കറ്റിനകത്ത് തന്നെ നിങ്ങൾക്ക് ATM ഉണ്ടാവും, ടോയ്ലറ്റ് ഉണ്ടാവും, എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. ഇന്ന് നമ്മൾ മൊത്തം 98.6 കിലോമീറ്ററാണ് പോയേക്കണം.
ഹേ ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ച് റിസോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം 9:23 ആൻഡ് ബാറ്ററി പിക്സലിൽ ഇപ്പോൾ ബാക്കിയുള്ള ബാറ്ററി 20% അപ്പോൾ ഏകദേശം രാവിലെ 11 മണിക്ക് പോയിട്ട് വൈകിട്ട് 9:30 ആയി. ഇപ്പോഴും 20% ഉണ്ട്. സോ അടിപൊളി ബാറ്ററി ലൈഫാണ്. അതിനോടൊപ്പം നമ്മൾക്ക് നമ്മുടെ iPhone 17 ക്യാമറ എങ്ങനെയുണ്ട് എന്നും കൂടി ഒരു വീഡിയോ കൂടെ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.